So hi, hello everyone. Welcome back to my new session. This is Sudharma, your political science teacher. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബ്ലോക്ക് 1 യൂണിറ്റ് ഫസ്റ്റ് ഇന്റർനാഷണൽ മൂവ്മെന്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അതൊരു വലിയ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ പാർട്ട് 2 വരുന്നത്. പാർട്ട് 2 പ്രധാനമായിട്ടും എന്താണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു നിർത്തിയത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിലിപ്പം കടന്നു പോവുക എന്ന് പറയുമ്പോൾ അതിൽ ബ്രിട്ടീഷുകാര് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭരണം ഇന്ത്യയിൽ സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്, ഫോക്കസ് ചെയ്യാനുണ്ട്. അപ്പൊ ആ നിയമങ്ങൾ പിറ്റ്സ് ഇന്ത്യ ആക്ട്, അതേപോലെ തന്നെ റെഗുലേറ്റിംഗ് ആക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആക്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിങ്ങനെ പോയി. ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ചുകൂടെ നിയമങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. Are you ready? Okay, so yes, once again I'm welcoming all of you into my new session. So unit 1, the part 2, and name of our unit is Legacy of National Movement and Making of the Constitution. Okay. So the unit is Legacy of National Movement and Making of the Constitution. Okay, part 2 ആണ് ട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കോൺസെപ്റ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 1909 മിന്റോ മോർലി റിഫോംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. മിന്റോ മോർലി പരിഷ്കാരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. So, Lord Curzon's policy of the partition of Bengal in 1905 and some of his administrative measures fueled the patriotism of India. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഓരോ കാലഘട്ടങ്ങളിലും വെറുതെ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിടും. അങ്ങനെ അവരെ തന്നെ ന്യായീകരിച്ചുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ പാർട്ടീഷൻ. ഏത് വർഷം? On 1905. ഈ ബംഗാൾ പാർട്ടീഷനിൽ എന്താ സംഭവിച്ചത്? ഒന്നുമില്ല, ഒരുപാട് നൂറ്റാണ്ടുകളോളമായി ഒരുമിച്ച് ജീവിച്ചിരുന്ന ബംഗാൾ എന്ന ഒരു പ്രദേശത്തെ ബ്രിട്ടീഷുകാർ ഭരണം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഈസ്റ്റ് ബംഗാൾ, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അത്രയും നൂറ്റാണ്ടുകളോളമായിട്ട് ഒരുമിച്ച് നിന്നിരുന്ന ആളുകൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വേർപിരിയുന്ന സമയത്ത് അവരത് ഏറ്റെടുക്കോ? ഇല്ല. ലോർഡ് കഴ്സണെതിരെയും ലോർഡ് കഴ്സന്റെ ഈ ഒരു ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക എന്ന പദ്ധതിക്കെതിരെയും ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. ആൻഡ് ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ഫ്യൂവൽഡ് ദ പാട്രിയോട്ടിസം ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ പാട്രിയോട്ടിസത്തിന് ഇത് കംപ്ലീറ്റ്ലി എന്താക്കി? ഇന്ത്യയിലെ പാട്രിയോട്ടിസത്തിനെ ഇത് കംപ്ലീറ്റ്ലി എന്താണ് ഇങ്ങനെ ഉണർത്തിക്കൊണ്ടുവന്നു. ഇറ്റ് കോസ്ഡ് ദ റേഷ്യൽ അറോഗൻസ് ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് ഹ്യൂമിലിയേഷൻ ഓഫ് ദ ഇന്ത്യൻസ് ഇൻ ഇന്ത്യ ആൻഡ് ഔട്ട്സൈഡ്. ചുരുക്കി പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ഇന്ത്യക്കാർക്കെതിരെ അവര് അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനങ്ങൾക്കെതിരെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും എന്താണ് ഒരു അരോഗൻസ് ബ്രിട്ടീഷുകാർക്കെതിരെ വരികയാണ്. ദി ഗവൺമെന്റ് റിയലൈസ്ഡ് ദ നെസസിറ്റി ഫോർ ഫർദർ റിഫോംസ് ടു ചെക്ക് ദ റൈസ് ഓഫ് എക്സ്ട്രീമിസം ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഗവൺമെന്റ് എന്താ റിയലൈസ് ചെയ്തിരിക്കുന്നത്? റിയലൈസ്ഡ് ദ നെസസിറ്റി ഫോർ ഫർദർ റിഫോംസ് ടു ചെക്ക് ദ റൈസ് ഓഫ് എക്സ്ട്രീമിസം ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഗവൺമെന്റ് ഈ ഒരു റിഫോംസ് കൊണ്ടുവരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാര് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ആർക്കെതിരെ ഉയർന്നു വരികയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഉയർന്നു വരികയാണ്. സോ ദി ഗവൺമെന്റ് റിയലൈസ് ദ നെസസിറ്റി ഫോർ ഫർദർ റിഫോംസ്. ഇനി നമുക്ക് എന്ത് ആവശ്യമാണ്? ചില റിഫോംസ് ആവശ്യമാണ്, പരിഷ്കാരങ്ങൾ ആവശ്യമാണ്. ടു ചെക്ക് റൈസ് ദി എക്സ്ട്രീമിസം ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇത്തരത്തിലുള്ളൊരു എക്സ്ട്രീമിസം, തീവ്ര ദേശീയവാദം ഉയർന്നു വരുന്നതിനെതിരെ ആരാണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ നോക്കിയത്? ബ്രിട്ടീഷുകാർ നോക്കി. അപ്പൊ ബ്രിട്ടീഷുകാർ ആ ഒരു
ടൈമിലാണ് പുതിയൊരു റിഫോംസ്, ഈ ഒരു തീവ്ര ദേശീയവാദത്തിന് ഒന്ന് എന്താണ് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്രിയോട്ടിസത്തിനെതിരായിട്ട് എന്ത് കൊണ്ടുവന്നത്, റിഫോം അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. ദി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ഏത് പേരിൽ അറിയപ്പെടുന്നു? മിന്റോ മോർലി റിഫോംസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 1905 ബംഗാൾ വിഭജനത്തെ കുറിച്ചുള്ള ലോർഡ് കഴ്സൺ നയവും അദ്ദേഹത്തിന്റെ ചില ഭരണപരമായ നടപടികളും ഇന്ത്യക്കാരുടെ രാജ്യസ്നേഹത്തിന് ആക്കം കൂട്ടി. ബ്രിട്ടീഷുകാരുടെ വംശീയ അഹങ്കാരത്തിനും ഇന്ത്യയിലും പുറത്തും ഇന്ത്യക്കാരുടെ അപമാനത്തിനും ഇത് കാരണമായി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീവ്രവാദത്തിന്റെ വളർച്ച തടയാൻ കൂടുതൽ പരിഷ്കാരങ്ങളുടെ ആവശ്യകത ഇങ്ങനെ സർക്കാർ തിരിച്ചറിഞ്ഞു. സോ ദ പോളിസി ടു സപ്രസ് ദ മൂവ്മെന്റ് ബൈ റിപ്രസീവ് മെഷർ, അവർ കൊണ്ടുവന്ന ഈ പോളിസി എന്താണ്? ഇറ്റ് ഈസ് എ പോളിസി ടു സപ്രസ് ദ മൂവ്മെന്റ് ബൈ റിപ്രസീവ് മെഷേഴ്സ്. റിപ്രസീവ് മെഷേഴ്സിന്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട മൂവ്മെന്റിനെ സപ്രസ് ചെയ്യാനുള്ള പോളിസി, അടിച്ചമർത്താനുള്ള പോളിസി. അടിച്ചമർത്തൽ നടപടികളിലൂടെ പ്രസ്ഥാനത്തെ അടിച്ചമർത്താനുള്ള നയം, ഈ പറയുന്ന സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ അടിച്ചമർത്തുവാനുള്ള നയം. ദ പോളിസി ഓഫ് ഡിവൈഡ് ആൻഡ് റൂൾ. എന്താണ് ആ പോളിസി? ഡിവൈഡ് ആൻഡ് റൂൾ, വിഭജിച്ച് ഭരിക്കുക. ഇറ്റ് റിസൾട്ടഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇൻ 1906. ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഈ ഒരു പോളിസി വന്നത് പിന്നീട് ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് കാരണമായി. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് മുസ്ലിം ലീഗ്. ഏത് വർഷം? 1906. ദ പോളിസി ടു പസിഫൈ മോഡറേറ്റ് എലമെന്റ്സ് ഇൻ ദി കൺട്രി. മോഡറേറ്റ് എലമെന്റ്സ് അതായത് മിതവാദികളെ സമാധാനിപ്പിക്കുവാനുള്ള ഒരു നയം. അപ്പം അടിച്ചമർത്തൽ നടപടികളിലൂടെ പ്രസ്ഥാനത്തെ അടിച്ചമർത്തുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം. ഇതാണ് പിന്നീട് അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് രൂപം നൽകിയത്. രാജ്യത്തെ മിതവാദികളെ സമാധാനിപ്പിക്കുവാനുള്ള നയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും എന്തിൽ ഫോക്കസ് ചെയ്യുന്നത്? ഈ മിന്റോ മോർലി റിഫോംസ്, 1909 മിന്റോ മോർലി റിഫോംസ്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ മെയിൻ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഓഫ് 1909. 1909 പാസ്സാക്കിയ ഈ ഈ പറയുന്ന 1909 പാസ്സാക്കിയ മിന്റോ മോർലി റിഫോംസിന്റെ മെയിൻ പ്രൊവിഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. പ്രൊവിഷൻസ് അല്ലെ? സോ ലെറ്റ്സ് ലേൺ അബൌട്ട് ഇറ്റ്. The number of the members of the provincial legislature was also increased for Bengal, Bombay and Madras. It was fixed at 50 and for other provinces the number was fixed at 30. The members of the center and provincial legislature were to be in 4 category. ആദ്യത്തെ പറഞ്ഞത് എന്താണ്? പ്രവിശ്യ നിയമസഭകളിലെ അംഗങ്ങളുടെ എണ്ണം. നിയമസഭ അതിലുള്ള അംഗങ്ങളുടെ എണ്ണം ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ 50,000, ഓക്കെ, എന്നീ പ്രദേശങ്ങളിൽ 50,000, മറ്റു പ്രവിശ്യകളിൽ 30,000 മെച്ചപ്പെടുത്തി. സി, പ്രവിശ്യ നിയമസഭകളിലെ അംഗങ്ങളുടെ എണ്ണം ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ 50,000, മറ്റു പ്രവിശ്യകളിൽ 30,000 നിജപ്പെടുത്തി. കേന്ദ്രത്തിലെയും പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചറിലെയും അംഗങ്ങൾ എന്തായിരിക്കണം? 4 വിഭാഗങ്ങളിലായിരിക്കണം. ഈ പറയുന്ന നിയമസഭയിലെ അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ 4 വിഭാഗങ്ങളിലുള്ളവരായിരിക്കണം. ഒന്ന്, എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ കാറ്റഗറി 1 എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ആരാണ്? ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും. കേന്ദ്രത്തിലും അതേപോലെ തന്നെ ഗവർണർ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും പ്രവിശ്യയില്. ഒന്ന് നോക്കൂ, ഗവർണർ ജനറലും അദ്ദേഹത്തിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും എവിടെ? കേന്ദ്രത്തിലും. ഗവർണറും എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങളും പ്രവിശ്യയിലും. ഒന്ന് കേന്ദ്രത്തിലും ഒന്ന് പ്രവിശ്യയിലും. മറ്റൊന്ന്, നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഔദ്യോഗിക അംഗങ്ങൾ, നോമിനേറ്റ് ചെയ്യപ്പെട്ട ഔദ്യോഗിക അംഗങ്ങൾ. നോമിനേറ്റ് ചെയ്യപ്പെട്ട ഔദ്യോഗിക അംഗങ്ങൾ. കേന്ദ്രത്തിലെ ഗവർണർ ജനറലും പ്രവിശ്യകളിലെ ഗവർണറും നാമനിർദ്ദേശം ചെയ്യുന്നു. മറ്റൊന്ന്, നോമിനേറ്റഡ് അനൗദ്യോഗിക അംഗങ്ങൾ. നോമിനേറ്റ് ചെയ്യപ്പെട്ട ഔദ്യോഗിക അല്ലാത്ത അനൗദ്യോഗിക അംഗങ്ങൾ. മറ്റൊന്ന്, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ.
സെലക്റ്റീവ് ആയിട്ടുള്ള അംഗങ്ങൾ. അവര് ഇന്ത്യൻ ജനതയുടെ വിവിധ വിഭാഗങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായിരിക്കണം. ഇത്തരം 4 കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കണം പ്രധാനമായിട്ടും കേന്ദ്രത്തിലെയും പ്രവിശ്യകളിലെയും ലെജിസ്ലേച്ചറിലെ അംഗങ്ങളായിട്ട് വരേണ്ടത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമമാണ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919. 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്. നേരത്തെ പഠിച്ചത് മിന്റോ മോർലി ആണെങ്കിൽ ഇവിടെ മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ്. The next land mark in the constitutional development of India was the Mondego-Chelmsford report, which led to the enactment of the Government of Act 1919. Government of India Act 1909 failed to satisfy the demand of Indians. Indian ഭരണഘടന രൂപീകരിക്കുന്നതിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആക്ട് വന്നു. അതാണ് 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നടപ്പിലാക്കുന്നത്. ഇതിലേക്ക് നയിച്ചത് എന്താണ്? നടപ്പിലാക്കുന്നതിലേക്ക് നയിച്ചത് മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിപ്പോർട്ടാണ്. ഇത്തരത്തിലുള്ള 1909 മിന്റോ മോർലി, 19 മൊണ്ടേഗോ ചെംസ്ഫോർഡ്. ഇതിലേക്ക് നയിച്ചത് എന്താ? ഇന്ത്യയുടെ ഭരണഘടനാപരമായ വികസനത്തിൽ അടുത്ത നാഴികക്കല്ലായിരുന്നു മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിപ്പോർട്ടാണ് ഇതിലേക്ക് നയിച്ചത്. ഇന്ത്യക്കാരുടെ ആവശ്യം തൃപ്തിപ്പെടുത്താൻ 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം പരാജയപ്പെട്ടു. എന്തുകൊണ്ടാ? ഇന്ത്യക്കാരുടെ ആവശ്യം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം 1909 ഒരുപാട് മാറ്റങ്ങളുമായിട്ട് വന്ന ഇന്ത്യ നിയമം പരാജയപ്പെട്ടപ്പോഴാണ് 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് നിയമങ്ങൾ രൂപീകൃതമായത്. ഇതിന്റെ മെയിൻ ഫീച്ചർ എന്താ നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകം ദ മെയിൻ ഫീച്ചർ ഓഫ് ദ ആക്ട് ഓഫ് 1919. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് മെനി ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം. ഇന്ത്യയുടെ ഭരണഘടനാ സംവിധാനത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇറ്റ് മെയ്ഡ് സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് ഇൻ ദ മെഷീനറി ഫോർ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ബോത്ത് ഇൻ ലണ്ടൻ ആൻഡ് ഇന്ത്യ. സത്യം പറയുകയാണെങ്കിൽ മെഷീനറി ലൈക്ക് നമ്മുടെ ഇന്ത്യയിലെയും അതേപോലെ തന്നെ പുറമേയുള്ള ബോത്ത് ഇൻ ലണ്ടൻ ആൻഡ് ഇന്ത്യയില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. 1919 നിയമത്തിന്റെ പ്രധാന സവിശേഷതകൾ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തിൽ പല സുപ്രധാന മാറ്റങ്ങളും കൊണ്ടുവന്നു. ലണ്ടനിലും ഇന്ത്യയിലും ഇന്ത്യ ഗവൺമെന്റിന്റെ മെഷീനറിയിൽ കാര്യമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. ആൻഡ് ദ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് നമ്പർ ഓഫ് ചേഞ്ചസ് ഇൻ ദ ഹോം ഗവൺമെന്റ്. അല്ലെ, അതായത് ആഭ്യന്തര സർക്കാരിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ആക്ട് എന്ത് ചെയ്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത്. ആഭ്യന്തര സർക്കാരിൽ ഗവൺമെന്റിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന്, a high commissioner for India was to be appointed and posted in London to look after the interest of Indian trade, purchase of stores, machinery, എക്സെട്ര. ആദ്യത്തെ എന്താ? ഇന്ത്യൻ വ്യാപാരം, സ്റ്റോറുകൾ, യന്ത്രസാമഗ്രികൾ എന്നിവയുടെ വാങ്ങലുകൾ മുതലായവയുടെ താല്പര്യങ്ങൾക്കായി ഇന്ത്യക്കായി ഒരു ഹൈ കമ്മീഷണറെ നിയമിക്കുകയും ലണ്ടനിൽ നിയമിക്കുകയും ചെയ്യേണ്ടി വന്നു. ഒരു ഹൈ കമ്മീഷണറെ നിയമിക്കുക അല്ലെ. ലണ്ടനിൽ എന്ത് ചെയ്യുക? ഇത്തരത്തിൽ ഇന്ത്യയുടെ വ്യാപാരവും മറ്റും നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹൈ കമ്മീഷണറെ നിയമിക്കുകയും ചെയ്തു. He was also safeguard the interest of Indian students and abroad. അതായത് ഈ പറയുന്ന വിദേശത്തുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ഈ പറയുന്ന ഹൈ കമ്മീഷണർ എന്തായിരുന്നു? തയ്യാറായിരുന്നു. മറ്റൊന്ന്, the Secretary of State's power over provincial level administration was limited. Secretary of State's power, ഓരോ സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറി, ആ സെക്രട്ടറിയുടെ അധികാരം പ്രൊവിൻഷ്യൽ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ലിമിറ്റഡ് ആയിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പ്രൊവിൻഷ്യൽ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞുതരാം. പ്രവിശ്യ ഭരണത്തിൽ ഈ പറയുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ ഭരണം അല്ലെങ്കിൽ പവർ എന്തൊക്കെയായിരുന്നു? ലിമിറ്റഡ് ആയിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രവിശ്യ തലത്തിലുള്ള ഭരണത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ അധികാരം പരിമിതമായിരുന്നു. The council membership was fixed between 8 to 12. 8 മുതൽ 12 വരെയാണ് കൗൺസിൽ അംഗത്വം എന്ത് ചെയ്തിരുന്നത്? നിശ്ചയിച്ചിരുന്നത്.
8 മുതൽ 12 വരെ ആയിരിക്കണം ഒരു കൗൺസിലിലെ മെമ്പർഷിപ്പ്. സെക്രട്ടറിയുടെ ശമ്പളവും അലവൻസുകളുടെ പ്രവർത്തനങ്ങളും വിഭജിക്കപ്പെട്ടു ഈ ഒരു 1919 ആക്ടിലൂടെ. ഈ ഒരു ആക്ടിന്റെ ഗുണം നമുക്ക് നോക്കാം. മെറിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുണം. ഇറ്റ് വാസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് എ റെസ്പോൺസിബിൾ ഗവൺമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഭരണകൂടം രൂപീകരിക്കണം എന്ന ലക്ഷ്യത്തോട് വന്നതാണ് 1919 ഈ ആക്ട്. ഇലക്ഷൻസ് ടു ദ ലെജിസ്ലേച്ചർ ക്രിയേറ്റഡ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എമംഗ് ദ പീപ്പിൾ. ഇത്തരത്തിൽ നിയമനിർമ്മാണ സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു രാഷ്ട്രീയ അവബോധം എന്ത് ചെയ്തു? സൃഷ്ടിച്ചു. ഇന്ത്യൻസ് കെയിം ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ്. പതുക്കെ പതുക്കെ ഭരണപരമായിട്ട് ജനങ്ങൾക്ക് ഒരു ഡയറക്റ്റ് കോണ്ടാക്ട്, അതായത് ജനങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഭരണം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്പർ ഓഫ് ഇന്ത്യൻസ് ഇൻ ദ സിവിൽ സർവീസ് ഇൻക്രീസ്ഡ്. സിവിൽ സർവീസിലെ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു, പക്ഷെ ഇത് വന്നതിന് ശേഷം ഇന്ത്യക്കാരുടെ എണ്ണം ഇൻക്രീസ് ചെയ്തു. ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യൻ വിമൻ ഗോട്ട് ദ റൈറ്റ് ടു ഫ്രാഞ്ചൈസ്. ആദ്യമായിട്ട് ഇന്ത്യൻ സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടി. സെവറൽ യൂസ്ഫുൾ മെഷേഴ്സ് were taken by the Indian ministers in different provinces. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി, നല്ല മാറ്റങ്ങൾ കേട്ടോ, കൊണ്ടുവരുന്നതിന് വേണ്ടി ഈവൻ പ്രവിശ്യ ഭരണങ്ങളിലെ മിനിസ്റ്റേഴ്സ് വരെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പൊ ഈ നിയമത്തിന്റെ മെറിറ്റുകൾ നോക്കാം. ഇന്ത്യയിൽ ഉത്തരവാദിത്തമുള്ള സർക്കാരിലേക്കുള്ള ഒരു ചുവടുവയ്പായിരുന്നു. നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ അവബോധം സൃഷ്ടിച്ചു. ഇന്ത്യക്കാർ ഭരണമായിട്ട്, ഈ പറയുന്ന ഭരണം അഡ്മിനിസ്ട്രേഷനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. സിവിൽ സർവീസിൽ ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ഇന്ത്യൻ സ്ത്രീകൾക്ക് ആദ്യമായി ഫ്രാഞ്ചൈസി അവകാശം ലഭിച്ചു, അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം. വിവിധ പ്രവിശ്യകളിൽ ഇന്ത്യൻ മന്ത്രിമാർ ഉപയോഗപ്രദമായ നിരവധി നടപടികൾ സ്വീകരിച്ചു. അതായിരുന്നു 1919 മൊണ്ടേഗു ജെംസ്ഫോർഡ് ആക്ട്. അപ്പൊ കുറെ മാറ്റങ്ങൾ ഈ ആക്ടും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. ഇനി അടുത്ത ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. The Government of India Act 1935 constitutes the next important step in the constitutional development in India. ചുരുക്കി പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ്സിന് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വിച്ച് വാസ് പാസ്ഡ് in 1935. The act dealt with a very complex type of government and it tried to provide a legal safeguard against the wrong use of power by legislatures and ministers. ഈ നിയമം വളരെ സങ്കീർണമായ ഒരു ഗവൺമെന്റിനെ കൈകാര്യം ചെയ്യുന്നു. 1935 നിയമം. കൂടാതെ നിയമസഭാംഗങ്ങളുടെയും മന്ത്രിമാരുടെയും തെറ്റായ അധികാര വിനിയോഗത്തിനെതിരെ നിയമപരമായ സംരക്ഷണം, അതായത് മന്ത്രിമാരൊക്കെ കിട്ടുന്ന പവർ തെറ്റായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെതിരെ സംരക്ഷണം നൽകുക. ജനങ്ങൾക്കാണല്ലോ പവർ തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ അതിനെതിരെ ശ്രമിക്കുക, അതിനെതിരെ സംരക്ഷണം നൽകുക. 321 വിഭാഗങ്ങളും 10 ഷെഡ്യൂളുകളും അടങ്ങുന്ന ദീർഘവും വിശദവും സങ്കീർണവുമായ ഒരു രേഖയായിരുന്നു ഇത്. 321 വിഭാഗങ്ങളും 10 ഷെഡ്യൂളുകളും അടങ്ങുന്ന ദീർഘവും വിശദവും സങ്കീർണവുമായ ഒരു രേഖയായിരുന്നു ഇത്. ഇനി ഈ ഒരു ആക്ട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു നമുക്ക് നോക്കാം. ഒന്ന്, ഫെയിലിയർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ആക്ട് 1919. 1919 ആക്ടിന്റെ ഫെയിലിയർ, അതായത് മൊണ്ടേഗു ചെംസ്ഫോർഡ് വിചാരിച്ച പോലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയില്ല. മറ്റൊന്ന്, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്. ഇന്ത്യയിൽ ഭരണഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ രൂപീകരിച്ചു. പക്ഷെ അതൊരു വൈറ്റ് കമ്മീഷൻ ആയിരുന്നു. വൈറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? വെറും ബ്രിട്ടീഷുകാർ മാത്രമായിരുന്നു അതിലെ അംഗങ്ങൾ, ഒരൊറ്റ ഇന്ത്യക്കാരൻ പോലും ഉണ്ടായിരുന്നില്ല. 1928 വന്ന മോത്തിലാൽ നെഹ്റുവിന്റെ റിപ്പോർട്ട്, പിന്നീട് 1930, 31, 32 എന്നീ വർഷങ്ങളിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ,
1930 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനവും പൂന പാക്ട് 1932 പൂന ഉടമ്പടിയുമായിരുന്നു ഈ ഒരു ആക്ട് 1935 ഈ ഒരു ആക്ട് പാസ്സാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നുകൂടെ നോക്കാം. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമത്തിന്റെ പരാജയം, സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട് 1928 പാസാക്കിയ മോത്തിലാൽ നെഹ്റു റിപ്പോർട്ട്, 1930, 31, 32 വർഷങ്ങളിൽ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനങ്ങൾ, 1930 നിയമലംഘന പ്രസ്ഥാനവും 32 പൂന ഉടമ്പടിയും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ആക്ട് പാസ്സാക്കുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ. ഇനി ഈ ആക്ടിന്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് ദി ആക്ട് 1935? 1935 പാസ്സാക്കിയ ഈ ആക്ടിന്റെ ഫീച്ചേഴ്സ് നോക്കാം. ദ ബേസിക് ഫീച്ചർ ഓഫ് ദ ആക്ട് വർ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ പാർഷ്യൽ റെസ്പോൺസിബിലിറ്റി അറ്റ് ദ സെന്റർ, പ്രൊവിൻഷ്യൽ ഓട്ടോണമി ഇൻ പ്ലേസ് ഓഫ് പ്രൊവിൻഷ്യൽ ഡയാർക്കി. കേന്ദ്രത്തിൽ ഭാഗികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏർപ്പെടുത്താം. പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന്റെ മുകളിൽ ഏർപ്പെടുത്തുന്നതിന് പകരം ഭാഗികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. പ്രവിശ്യ ഡയാർക്കിക്ക് പകരം പ്രവിശ്യ സ്വയംഭരണം എന്നിവയായിരുന്നു നിയമത്തിന്റെ അടിസ്ഥാന സവിശേഷത. അതായത് പ്രവിശ്യ ഡയാർക്കി ദ്വിഭരണ വ്യവസ്ഥ, അതിന് പകരം എന്ത് കൊണ്ടുവരിക? പ്രവിശ്യകളിൽ സ്വയംഭരണം കൊണ്ടുവരിക. മറ്റൊന്ന്, an all India federation, Federal Court and the Reserve Bank of India were established. 1935 ആക്ട് പാസ്സാക്കിയതിനു ശേഷമാണ് ഓൾ ഇന്ത്യ ഫെഡറേഷൻ, ഫെഡറൽ കോർട്ടാണ് പിന്നീട് സുപ്രീം കോർട്ടായിട്ട് മാറുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വരെ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഈ നിയമത്തിന്റെ ഭാഗമായിട്ടാണ്. ഏത് നിയമം? 1935 നിയമത്തിന്റെ ഭാഗം. ദ ആക്ട് ഇൻട്രൊഡ്യൂസ്ഡ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഈ ആക്ട് എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്ററി രൂപത്തിലുള്ള സർക്കാർ അവതരിപ്പിച്ചു. സോ ദ ഡിഫക്ട്സ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935, 1935 പാസ്സാക്കിയ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ഡിഫക്ട്സ്, പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പോരായ്മകൾ. നമ്പർ 1, ഓവർ ഡോമിനേഷൻ ഓഫ് ദ ഗവർണർ ജനറൽ ആൻഡ് ഗവർണേഴ്സ്. ഈ ഗവർണർ ജനറൽസിന്റെയും ഗവർണേഴ്സിന്റെയും അമിതമായിട്ടുള്ള ആധിപത്യം, ഗവർണർ ജനറലിന്റെയും ഗവർണർമാരുടെയും മേലുള്ള ആധിപത്യം. ദ ഗവൺമെന്റ് റെപ്രസെന്റഡ് കമ്മ്യൂണൽ ആൻഡ് ക്ലാസ് ഇൻട്രസ്റ്റ്. ഗവൺമെന്റ് സാമുദായിക വർഗ താല്പര്യങ്ങളെയാണ് പ്രതിനിധീകരിച്ചത്, അല്ലെ? സാമുദായിക വർഗ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. മറ്റൊന്ന്, ഇന്ത്യൻ ഭരണത്തിൽ സ്റ്റേറ്റ് സെക്രട്ടറി തന്റെ നിയന്ത്രണം തുടർന്നു. ഇന്ത്യയുടെ ഭരണത്തില് സ്റ്റേറ്റ് സെക്രട്ടറി എന്ത് ചെയ്തു? തന്റെ നിയന്ത്രണം തുടർന്നു. And the provincial government was merely show and the Indians were granted few rights. Provincial government ഉണ്ടല്ലോ, പ്രവിശ്യ ഭരണം, അത് ശരിക്കും പറഞ്ഞ ഒരു പ്രദർശനം മാത്രം, ഷോ ഓഫ് മാത്രമായിരുന്നു. അവിടെ ഇന്ത്യക്കാർക്കൊന്നും യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല. അൺലിമിറ്റഡ് പവേഴ്സ് ഓഫ് ദ സെൻട്രൽ എക്സിക്യൂട്ടീവ് ഓവർ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. സെൻട്രൽ എക്സിക്യൂട്ടീവിന്റെ പവർ ഭാഗികമാണെന്ന് പറഞ്ഞിട്ട് പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷന്റെ മുകളില്, പ്രവിശ്യ ഭരണത്തിന്റെ മുകളില് അൺലിമിറ്റഡ് പവർ, അനിയന്ത്രിതമായിട്ടുള്ള അധികാരം. The contradictory legislative relationship between the center and the provinces. അതായത് സെൻട്രൽ ആൻഡ് പ്രൊവിൻസസിൽ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള ലെജിസ്ലേറ്റീവ് റിലേഷൻഷിപ്പ് ആണ് പിന്നീട് വന്നത്. The act envisaged the federal structure but the governor general powers made it unitary one. ഈ നിയമം ഒരു ഫെഡറൽ ഘടനയാണ് വിഭാവനം ചെയ്തത്, പക്ഷെ ഗവർണർ ജനറലിന്റെ അധികാരം അതിനെ എന്താക്കി മാറ്റി? ഏകീകൃതമാക്കി മാറ്റി. ഈ നിയമം ഒരു ഫെഡറൽ ഘടനയാണ് വിഭാവനം ചെയ്തത്, എന്നാൽ ഗവർണർ ജനറലിന്റെ അധികാരങ്ങൾ അതിനെ ഏകീകൃതമാക്കി മാറ്റുകയാണ് ചെയ്തത്. ഇനി ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ദ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ
1946 പാസ്സാക്കിയ അല്ലെങ്കിൽ രൂപം കൊണ്ട ക്യാബിനറ്റ് മിഷൻ പ്ലാൻ എന്താന്ന് നോക്കാം. ഓൺ ഫെബ്രുവരി 9, 1946, 1946 എത്തിയിട്ടോ നമ്മള്. ഇനി 1950 എന്ത് ഈ പറയുന്ന എന്ത് ഫോം ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ അതുവരെയുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1946 ലോർഡ് പാട്രിക് ലോറൻസ് ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ആൻഡ് ക്ലെമന്റ് ആറ്റ്ലി ദ പ്രൈം മിനിസ്റ്റർ, ഇവരുടെ നേതൃത്വത്തിലാണ് ഈ ക്യാബിനറ്റ് മിഷൻ ഫോം ചെയ്യുന്നത്. ലോർഡ് പാട്രിക് ലോറൻസ് അദ്ദേഹം ആരായിരുന്നു? ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, ഇന്ത്യയിലുള്ള സ്റ്റേറ്റ്സിന്റെ സെക്രട്ടറിയും. ക്ലെമന്റ് ആറ്റ്ലി വാസ് ദ പ്രൈം മിനിസ്റ്റർ, അന്ന് ബ്രിട്ടൻ പ്രൈം മിനിസ്റ്റർ. ദിസ് മിഷൻ consisted of Lord Patrick Lawrence, Sir Stafford Cripps and Mr. A.B. Alexander. ഈ മിഷനിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? Lord Patrick Lawrence, Sir Stafford Cripps and Mr. A.B. Alexander. The cabinet mission arrived in India on March 24 and left for England on June 29, 1946. ഈ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ അറൈവ് ചെയ്തത് എപ്പോഴാണ്? മാർച്ച് 24 ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആൻഡ് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോയത് എപ്പോഴാണ്? 1946 ജൂൺ 29 കേട്ടോ. അപ്പൊ ഇതൊരു ക്യാബിനറ്റ് മിഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഇന്ത്യയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ലോർഡ് പാട്രിക് ലോറൻസും പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയും കൂടിയായിരുന്നു ഇത് രൂപീകരിച്ചത്. ഇതിലെ പ്രധാന മെമ്പേഴ്സ് ലോർഡ് പാട്രിക് ലോറൻസ്, സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആൻഡ് മിസ്റ്റർ A.B. അലക്സാണ്ടർ. ക്യാബിനറ്റ് മിഷൻ മാർച്ച് 24, 1946 മാർച്ച് 24 ഇന്ത്യയിലെത്തി. ജൂൺ 29, അതേ വർഷം ജൂൺ 29 തിരിച്ചുപോയി. ദ ഫസ്റ്റ് was to bring about agreement on the method of framing the constitution, and the second was to assist in the formation of new executive council to carry on the government while the constitution was being framed. ഈ ക്യാബിനറ്റ് മിഷന് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തേത് ഭരണഘടന രൂപീകരിക്കുന്ന രീതിയെക്കുറിച്ച് ധാരണ ഉണ്ടാക്കുക. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമല്ലോ, അതെങ്ങനെ ഉണ്ടാക്കണം എന്ന രീതിയെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കുക. രണ്ടാമത്തത് ഭരണഘടന രൂപീകരിക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുതിയ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ രൂപീകരണത്തിന് സഹായിക്കുക. ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു പുതിയ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് കേട്ടോ. So the following are the main recommendations of the mission. Cabinet mission's main recommendation, ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Paramountcy of the British crown over the Indian state was to lapse. എന്താണ്? ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേലുള്ള ബ്രിട്ടീഷ് കിരീടത്തിന്റെ പരമാധികാരം ഇല്ലാതാവണം. A union of British India and Indian state should be established. ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഒരു യൂണിയൻ എന്ത് ചെയ്തെടുക്കണം? സ്ഥാപിച്ചെടുക്കണം. A constituent assembly should be elected for framing the constitution of India. Not this point. 1946 ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നതിന് ഒരു ഭരണഘടനാ അസംബ്ലി തിരഞ്ഞെടുക്കണം. ചില സംവരണ വിഷയങ്ങൾ ഒഴികെ മറ്റെല്ലാ വിഷയങ്ങളും സംസ്ഥാനങ്ങൾ നിലനിർത്തണം. ഭരണഘടനാ അസംബ്ലിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് പ്രൊവിൻഷ്യൽ അസംബ്ലികളാണ്. ഓരോ സമുദായത്തിന്റെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം, അമുസ്ലിം എന്നിങ്ങനെ സീറ്റുകൾ വിഭജിച്ചു. ഓക്കെ, ഭരണഘടനാ അസംബ്ലിയിലേക്കുള്ള ആളുകൾ വേണമല്ലോ, അത് തിരഞ്ഞെടുക്കേണ്ടത് പ്രവിശ്യ അസംബ്ലികളാണ്, സമിതികളാണ്. ഓരോ സമുദായത്തിന്റെയും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മുസ്ലിം, അമുസ്ലിം എന്നിങ്ങനെ, അതായത് നോൺ മുസ്ലിംസ് എന്നിങ്ങനെ സീറ്റുകൾ വിഭജിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? 1946 ക്യാബിനറ്റ് മിഷൻ വരുന്നു, ഭരണഘടനാ രൂപീകരണവും പുതിയൊരു കൗൺസിൽ അംഗങ്ങളെയും രൂപീകരിക്കണമെന്ന് പറയുന്നു. അവിടെയാണ് ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോം ചെയ്യുന്നത്. ഇതുവരെ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇന്നിപ്പോ 1909 1909 മിന്റോ മോർലി റിഫോംസ് പഠിച്ചു. 1919 മൊണ്ടേഗോ ചെംസ്ഫോർഡ് പഠിച്ചു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, അതിന്റെ മെയിൻ പ്രൊവിൻസസും മെറിറ്റ്സും ഒക്കെ പഠിച്ചു. പിന്നീട് 1946 ക്യാബിനറ്റ് മിഷൻ. കഴിഞ്ഞോ? ഇല്ല. ഇനി നമുക്ക് എന്തുകൂടെ പഠിക്കാനുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷൻ വരെ എത്താനുണ്ട് അല്ലേ? കുറച്ച് ആക്ട് കൂടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. ഓക്കെ, സോ അതുവരെ പ്ലീസ് ബി ടേക്ക് കെയർ ആൻഡ് ബൈ.